നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ചൂടുള്ള രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്ന ഒരു സ്ഥലത്താണ് അല്ലെ ക്രിസ്റ്റീന? നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോഴിക്കോട്. അപ്പോൾ നിങ്ങൾ എന്താ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നിങ്ങളുടെ ഒരു സ്വപ്നം? LDF വരും, എല്ലാം ശരിയാവും. കഴിഞ്ഞ 10 വർഷം മുമ്പ് പറഞ്ഞല്ലേ അതിലൊരു മാറ്റവും ഇല്ല. ഇനി മാറ്റങ്ങൾ വരണം. LDF ഇനിയും വരണം. അല്ല വന്നല്ലോ, ഇനി മാറ്റങ്ങൾ വന്നു, ഇനിയും വരണം. നമുക്ക് കണ്ട മനസ്സിലാവുള്ളൂ വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ എത്രത്തോളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത്. നിങ്ങളെ നോട്ടൊക്കെ കുത്തണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം നമുക്കൊരു രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായം വേണമല്ലോ. ഒരേ സർക്കാർ തന്നെ ഇങ്ങനെ തുടർച്ചയായി ഭരിച്ചാൽ ശരിയാവില്ലെന്ന് അതിനോട് യോജിക്കുന്നുണ്ടോ? അല്ല, അതിലേക്കുള്ള ഉത്തരം ഇത്തവണത്തെ LDFന്റെ പ്രചരണ വാക്യത്തിലാണ്. മറ്റാരുണ്ട് LDF അല്ലാതെ? LDF അല്ലാണ്ട് ഇത്രയും കാര്യങ്ങൾ ഈ 10 വർഷം കൊണ്ട് തന്നെ കേരളത്തിനെ മാറ്റിയെടുക്കാൻ മറ്റൊരു മുന്നണിക്കോ മറ്റൊരു സംഘടനയ്ക്കോ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. വിദ്യാർത്ഥികൾ എന്നുള്ള നിലയിൽ എന്താണ് പ്രതീക്ഷകൾ എന്ന് അറിയാൻ വന്നതാണ്. തീർച്ചയായിട്ടും ഒരു ഭരണമാറ്റം അനിവാര്യമാണ് നമുക്ക്. അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം 2026 തെരഞ്ഞെടുപ്പിൽ എന്തായാലും UDF അധികാരത്തിൽ എന്തായാലും വരും എന്നുള്ളത് ഉറപ്പ്. അപ്പോൾ നമ്മൾ കണ്ടതാണ് ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ 2026 തന്നെ ഇപ്പോൾ വയറ്റിൽ കത്രിക വെച്ചിട്ടായാലും അതുപോലെ തന്നെ വിലക്കയറ്റം രൂക്ഷമായതൊക്കെ നമ്മളിപ്പോൾ കണ്ടത്. ഇപ്പോൾ മദ്യമുക്ത കേരളം എന്ന് പറഞ്ഞിട്ട് കേരളം മുഴുവൻ PR നടത്തിയ ടീമാണ്. ഇപ്പോൾ ഏകദേശം 298ഓളം ബാർ നമ്മുടെ കേരളത്തിൽ ഉണ്ട്. CM-നെ ഇപ്പൊ കൈ കിട്ടിയ എന്ത് ചോദ്യം ചോദിക്കും? ചോദ്യം ചോദിക്കാൻ ഇപ്പോൾ ചോദ്യം ചോദിക്കാതെ പറഞ്ഞാലോ വിശ്വാസം ഉണ്ടോ? വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടതല്ല. അല്ല, ഇനി ഇപ്പൊ പറയാണ് ചോദിച്ചോളൂ എന്ന് പറയാണ്. എന്താ ചോദിക്കാനുള്ളത്? ഒരുപാട് പ്രവർത്തനങ്ങൾ പാലങ്ങളൊക്കെ ഉണ്ടാക്കി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ PR വർക്കിലായാലും നല്ലോണം നടത്തുന്നുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നുള്ള ചോദ്യം വളരെ നിർബന്ധമാണ്. ഇപ്പൊ കലാലയ രാഷ്ട്രീയത്തിൽ ഒരുപാട് അടിപിടി മിക്കവാറും ദിവസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ വരാറുണ്ട്. ശരിക്കും പറഞ്ഞ ഒരു കലാലയത്തിൽ ഇങ്ങനെ ഒരു സൗഹൃദ അന്തരീക്ഷം അല്ലേ വേണ്ടത്? കലാലയത്തിൽ സൗഹൃദപരമായിട്ടുള്ള രാഷ്ട്രീയം തന്നെയാണ് വേണ്ടത്. പക്ഷേ നമ്മൾ അവകാശങ്ങളൊക്കെ നിഷേധിക്കപ്പെടുമ്പം അതൊരു പ്രശ്നത്തിന് മേലെ നമ്മൾ സംസാരിച്ച് അത് ഇതായിട്ട് മാറി വരുമ്പോഴാണ്, ഒരു അവകാശ നിഷേധങ്ങളൊക്കെ വരുമ്പോഴാണ്. ബസ്സുകളെ കലാഭൂമിയാക്കാൻ ശ്രമിക്കുന്ന ആരൊക്കെയാണെന്നത് SFIയുടെ രക്തസാക്ഷികളുടെ ഒരു ലിസ്റ്റ് എടുത്തു വയ്ക്കാൻ മനസ്സിലായി. അതിന് നമുക്ക് SFI കേസിൽ നിന്ന് വേർതിരിച്ച് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറ്റും. കാരണം ഇന്നേ വരെ ഈ ക്യാമ്പസിന്റെ അകത്ത് അല്ലെങ്കിൽ വേറൊരു ക്യാമ്പസിന്റെ അകത്ത് SFIയുടെ കൈകൾ കൊണ്ട് ഒരു വിദ്യാർത്ഥിക്ക് മരണപ്പെടേണ്ട അവസ്ഥ രാഷ്ട്രീയ ഭാഗപോക്കലിന്റെ ഭാഗമായിട്ട് ഒരു മരണപ്പെടുന്നത്. പക്ഷേ SFIക്ക് നേരെ തിരിച്ച് ഇപ്പുറത്ത് നിൽക്കുന്നത് 36 രക്തസാക്ഷികൾ കേരളത്തിൽ മാത്രമുള്ളത്. പറയുകയാണെങ്കിൽ ഇപ്പൊ ഒന്ന് VD സതീശനെ പറയാൻ പറ്റും, അതുപോലെ തന്നെ ഷാഫി പറമ്പിൽ. ഇതിൽ ഇത്രയും നല്ല തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കുന്നതിൽ മുൻ വർഷങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്രയും സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ മുൻ വർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ വന്നിട്ടുള്ള 4 മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ പിന്തുണ കൊടുത്തുള്ളത്. ഒന്ന് പയ്യന്നൂർ K കുഞ്ഞികൃഷ്ണൻ, അദ്ദേഹത്തിൽ വീഴ്ച വരുത്തിക്കൊണ്ടാണ് 2 തവണ പാട്ട് നടപടി കൊണ്ടുപോയത്. എന്നിട്ടും അദ്ദേഹത്തിനെ അത് കൃത്യമായിട്ടുള്ള എവിഡൻസ് പുറത്തുവിടാൻ കഴിഞ്ഞിട്ടില്ല. പാർട്ടി അടിക്കാൻ വേണ്ടിയിട്ട് ഒരു നിലപാട് എടുക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ കൺസെപ്റ്റ് ആണല്ലോ. നമുക്കിപ്പോ ഒറ്റക്ക് നിൽക്കണമെങ്കിൽ അങ്ങനെ നിൽക്കാം. പക്ഷെ ഓരോ പാർട്ടി ഉന്നയിക്കുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പൊ ഈ അടുത്ത് തന്നെ മറ്റേ നമ്മളെ മുഖ്യമന്ത്രി ഒരു സാധനം പറഞ്ഞല്ലോ, ഒരാള് ചോദിച്ചപ്പോ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ പിന്നെ മൂപ്പരവിടെ നിൽക്കണോ? മൂപ്പരവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ജനങ്ങളിൽ എന്താണ് ഓരോ പ്രശ്നം കേട്ടറിഞ്ഞിട്ട് കാണുമല്ലോ നമ്മൾ എന്താ സംസാരിക്കാനേ. ഇന്നലെ ഉമാ തോമസ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയായിട്ട് ഉയർത്തിക്കാടാൻ LDFന് ഒരു പേരേ ഉള്ളൂ, UDFൽ ഒരുപാട് പേരുള്ളത് കൊണ്ടാണ്. അപ്പൊ ആരാവണം മുഖ്യമന്ത്രി? മുഖ്യമന്ത്രി ആവാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ആള് ഒന്ന് VD സതീശനാണ്. അതുപോലെ തന്നെ പിന്നെ ഒന്ന് രമേശ് ചെന്നിത്തല ഉണ്ട്. കാലങ്ങളായിട്ട് ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കാലങ്ങളായിട്ട് മന്ത്രിസഭയുള്ള ഒരാൾ കൂടിയാണ്. ഈ ഡീൽ ആരോപണം ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാമായിരിക്കുമല്ലോ. കാലാകാലമായിട്ട് ഈ സംസ്ഥാനത്തിന്റെ അകത്ത് ആരാണ് ഡീല് BJP ഉറപ്പിച്ചിട്ടുള്ളത്? ചരിത്രം 2ാം കേരള നിയമസഭ തെരഞ്ഞെടുപ്പ് മുതൽ നോക്കിയാൽ മനസ്സിലാവും. അന്ന് 4 മണ്ഡലങ്ങളാണ് പരസ്യമായി കോലി സംഖ്യ മത്സരിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ട് കോഴിക്കോട് ജില്ലയിലും ആഞ്ഞടിച്ച് കണ്ടതാണ്. അതിൽ ഇനി സംശയമൊന്നും വേണ്ട, CPM BJP തന്നെയാണ് ഡീൽ എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ, പിന്നെ അതുപോലെ തൃശ്ശൂർ ലോക്സഭ തെരഞ്ഞെടുപ്പ് അതും കൂടി നോക്കണം. തിരുവനന്തപുരം കോർപ്പറേഷൻ BJPക്ക് കിട്ടാനുള്ള കൃത്യമായ കാരണം എന്താന്നുള്ളത് ആർക്കും അവിടെ കോൺഗ്രസ്സുകാരതും ലീഗുകാരതും കൃത്യമായിട്ട് ആ പട്ടികയിൽ പറയുന്നുണ്ട്. അത് കണ്ടാൽ തന്നെ ഏതൊരാൾക്ക് മനസ്സിലാവില്ല ആരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് മാറ്റിയെന്നുള്ള കാര്യം. അതൊന്നും കണ്ടാൽ മനസ്സിലാക്കാൻ തിരിച്ചറിയാൻ പറ്റാത്ത ആൾക്കാരല്ലല്ലോ ഇവിടെ ഉള്ളത്. എന്തായാലും അതിന്റെ കൃത്യമായിട്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ UDF എന്തായാലും അധികാരത്തിൽ വരുന്നുള്ളത് ഷുവറാണ്. VD സതീശ പറഞ്ഞ മാതിരി അടിച്ചോളി കൈ അടിച്ചോളി ഇതേമാതിരി എഴുതി വെച്ച് മാർച്ച് 26 അക്കമിട്ട് പറയാണ് മെയ് 4-ാം തീയതി റിസൾട്ട് വരുമ്പോൾ UDF എന്തായാലും 100-അധികം സീറ്റുമായിട്ട് അധികാരത്തിൽ വരും. എന്തായാലും ക്യാമ്പസിലും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തീപാറും ചർച്ച പുരോഗമിക്കുന്നതാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ മനസ്സിലാവുന്നത്. നമ്മൾ ഇനി ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് യാത്ര തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ വൈബ് പൊളി പിള്ളേരോട് ടാറ്റ പറയാണ്. ടാറ്റ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.